പ്രിയ സുഹൃത്തെ, ഇന്നേ ദിവസം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാനിവിടെ ഇൻവെസ്റ്റ് ഇൻ മ്യൂച്വൽ ഫണ്ട് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഇപ്പോൾ മിക്കവരും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്ന 4 പോയിൻ്റ് ഉണ്ട്. ആ പോയിൻ്റാണ് ഇന്നേ ദിവസത്തെ ഈ വീഡിയോനെ സംബന്ധിച്ച് ഏറ്റവും ഹൈലൈറ്റ്സ്. അതായത് ഒരു NRI ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇന്ത്യയിൽ ടാക്സ് കൊടുക്കാതെ, ഇപ്പോൾ അവരുടെ എമൗണ്ട് INR-ലേക്ക് ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യാതെ, ഇന്ത്യയിൽ അക്കൗണ്ട് ഇല്ലാതെ, ഈവൻ പാൻ കാർഡ് പോലും ഇല്ലാതെ ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാവുന്ന ഒരു മാർഗത്തെക്കുറിച്ചാണ് ഇന്നേ ദിവസം ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അതായത് ഈവൻ പാൻ കാർഡ് പോലും നമുക്കില്ലാതെ തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു മെത്തേഡിനെ കുറിച്ച്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ 4 പോയിന്റുകൾ ഞാൻ ആദ്യം നോട്ട് ചെയ്യാം. കാരണം പല NRI ആയിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ച് അവർ ഫേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നതിനെ അവരെ മടുപ്പിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റാണ്. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പറഞ്ഞു ടാക്സ്. അപ്പോൾ ടാക്സ് എന്തുകൊണ്ട് ഇപ്പോൾ ഒരു ഗൾഫ് NRIസിനെ സംബന്ധിച്ച് ബാക്കിയുള്ള രാജ്യങ്ങളിലുള്ളവർക്ക് അത്രയ്ക്കും വലിയ പ്രശ്നം വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരെല്ലാവരും ടാക്സ് കൊടുക്കുന്ന വ്യക്തിയാണ്. ഇപ്പോൾ ഇന്ത്യയിലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചോ അത്രയ്ക്കും വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് 18% ഇപ്പോൾ ഞങ്ങൾ ഏൺ ചെയ്യുന്ന ഇൻകത്തിന് GST കൊടുക്കണം, പിന്നെ അതോടൊപ്പം തന്നെ ഇൻകം ടാക്സും കൊടുക്കണം. അപ്പോൾ ഏകദേശം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 48-50% ടാക്സ് കൊടുക്കാനുള്ള ലൈബിലിറ്റി ഉണ്ട്. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് 12% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് വലിയൊരു തുകയായിട്ട് വരില്ല. പക്ഷേ ഗൾഫ് NRIയെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവിടെ ടാക്സ് കൊടുത്തൊന്നും ശീലിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ടിൽ ഇപ്പോൾ ഒരു 12% ടാക്സ് വരും എന്നൊക്കെ പറയുന്ന സമയത്ത് അത് പലപ്പോഴും പല ആൾക്കാരെയും, പ്രത്യേകിച്ച് ഒരു HNI കാറ്റഗറിയിലുള്ള ആൾക്കാരെ അവരൊന്ന് മടുപ്പിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന ഈ ഒരു ഓപ്ഷനിൽ അവർക്ക് ഇന്ത്യയിൽ ടാക്സ് കൊടുക്കാനുള്ള ലൈബിലിറ്റി ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് എമൗണ്ട് വിഡ്രോ ചെയ്ത് അവർ ഏത് രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നോ ആ രാജ്യത്ത് എന്തെങ്കിലും ടാക്സ് ഉണ്ടെങ്കിൽ ആ ടാക്സ് കൊടുക്കാനുള്ള ലൈബിലിറ്റിയാണുള്ളത്. അപ്പം ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഈ ഒരു ഓപ്ഷൻ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫ് NRI കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്. ഇപ്പം ഞങ്ങൾ ഇൻവെസ്റ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു 3000 മേലെ ആൾക്കാരെ നമ്മൾ പേഴ്സണലൈസ് സർവീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഒരു 80-90% NRIs ആണ്. അതിൽ തന്നെ ഒരു 90%ഉം ഗൾഫ് NRIs ആണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ഇപ്പം ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു മെത്തേഡിലൂടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇന്ത്യയിൽ ടാക്സ് കൊടുക്കേണ്ട, ഈ എമൗണ്ട് അവർ ഗൾഫിലേക്ക് പോയി കഴിഞ്ഞാൽ ആ രാജ്യത്ത് എന്തെങ്കിലും ടാക്സ് ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. അപ്പോൾ ആ രാജ്യത്ത് ടാക്സ് ഇല്ലെങ്കിൽ അവിടെയും അവർക്ക് ടാക്സ് കൊടുക്കാനുള്ള ലൈബിലിറ്റി ഇല്ല. പിന്നെ രണ്ടാമത് ഞാൻ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗൾഫിലുള്ള ഒരു മിക്കവർക്കും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇത് ഞാൻ പറയുന്ന ഒരു മിക്കവരുടെ ഒരു ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽ അവർക്കാണ് കൂടുതൽ ഓപ്ഷൻസ് അവൈലബിൾ ആകും. ഇപ്പോൾ INR-ലേക്ക് കൺവേർട്ട് ചെയ്യാൻ, അതായത് അവരുടെ പക്കലുള്ള എമൗണ്ട് ഇപ്പോൾ ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അവർക്ക് മിക്കവർക്ക് താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതി ഇപ്പോൾ ഒരു ലോങ് ടൈം ആവറേജ് ഡിപ്രീസിയേഷൻ ഇന്ത്യൻ റുപ്പീസിൻ്റെ ഡിപ്രീസിയേഷൻ ഏകദേശം ഒരു 3-4% ആണ്. അപ്പോൾ ഈ ഒരു ഡിപ്രിസിയേഷൻ സംഭവിക്കുന്നതുകൊണ്ട് അത് ഒന്നില്ലെങ്കിൽ അവർ ഫോറിൻ കറൻസി, അതായത് ലോക്കൽ കറൻസിയിലോ അല്ലെന്നുണ്ടെങ്കിൽ USD-യിലോ ഹോൾഡ് ചെയ്യാനാണ് അവർക്ക് താല്പര്യം. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഈ ഒരു ഫണ്ടിനെ സംബന്ധിച്ച് അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവർക്ക് USD-യിൽ ഇൻവെസ്റ്റ് ചെയ്യാം, തിരിച്ച് USD-യിൽ തന്നെ തിരിച്ച് കിട്ടും. അത് ഇപ്പോൾ പറയാൻ പോകുന്ന ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജാണ്. ഇനി മൂന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട്, അതായത് ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ NRI അല്ലെങ്കിൽ NRO അക്കൗണ്ട് ഒന്നും ഇല്ലാതെ തന്നെ ഇപ്പോൾ സപ്പോസ് താങ്കൾക്ക് ഇപ്പോൾ ദുബായിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, ആ അക്കൗണ്ടിൽ നിന്ന് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം, ആ അക്കൗണ്ടിലേക്ക് തന്നെ തിരിച്ചു കിട്ടും. ഇത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഈ HNI കാറ്റഗറിയിലുള്ള പണ്ടെന്ന് പറഞ്ഞാൽ ഗൾഫിലുള്ള ആൾക്കാർ ഇന്നല്ലെങ്കിൽ നാളെ അവർ തിരിച്ച് നാട്ടിലേക്ക് വരണം എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ദുബായ് പോലെയുള്ള അല്ലെങ്കിൽ ഒരു മിക്ക ഗൾഫ് കൺട്രീസും തന്നെ ഒരു ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസിനെ അവരെ സംബന്ധിച്ച് അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ഇപ്പോൾ ഗോൾഡൻ വിസ അങ്ങനെയുള്ള പല കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് അവരെ സംബന്ധിച്ച് അവർക്ക് വേണമെങ്കിൽ അവർക്ക് ആ ഗൾഫ് രാജ്യങ്ങളിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ആ ഒരു കാറ്റഗറിയിലുള്ള ഇഷ്ടംപോലെ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരായിട്ട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് അവർക്ക് അവിടുത്തെ അക്കൗണ്ടിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ
അവർക്ക് കൂടുതൽ കംഫർട്ടബിളാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ടിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ദുബായിൽ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ADCB ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ബാങ്കിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം, തിരിച്ച് ആ ബാങ്കിലേക്ക് തന്നെ ഈ പൈസയും കിട്ടും. അത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. പിന്നെ അതോടൊപ്പം തന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിവിടെ പാൻ കാർഡിൻ്റെ ആവശ്യം നിർബന്ധമില്ല. പാൻ കാർഡ്, ആധാർ ഇതിൻ്റെ ആവശ്യമില്ല. വളരെ മിനിമലായിട്ടുള്ള ഈ പാസ്പോർട്ട്, പിന്നെ ഓവർസീസ് അഡ്രസ് പ്രൂഫ്, ബാങ്ക് പ്രൂഫ്, ഇത്രയും കാര്യങ്ങളെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത്രയും വളരെ മിനിമൽ ഡോക്യുമെൻറ്റിൽ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഇത് മാത്രമാണ് നമുക്കിവിടെ ഇൻവെസ്റ്റ്മെൻ്റ് എങ്കിൽ ഇവിടെ ടാക്സ് ഒന്നും ഫയൽ ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മൾ എമൗണ്ട് വിഡ്രോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഇന്ത്യയിലത്തെ ഇങ്ങോട്ടല്ല, ഇത് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് അവർ ഡയറക്റ്റ് ആ രാജ്യത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ടാക്സ് ഫയൽ ചെയ്യേണ്ട അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ പറഞ്ഞ ഒരൊറ്റ ഇങ്ങോളെങ്കിൽ അവരെ സംബന്ധിച്ച് അങ്ങനെ ഒന്നും ചെയ്യേണ്ട സാഹചര്യമൊന്നും വരുന്നുമില്ല. ഈ തരത്തിലുള്ള നിരവധി അഡ്വാൻറ്റേജസ് ആണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്ന ഈ പറഞ്ഞ കാര്യത്തിലുള്ളത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ പറഞ്ഞ ബെനിഫിറ്റ് എല്ലാം നമുക്ക് എൻജോയ് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഇപ്പം നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ് ഗിഫ്റ്റ് സിറ്റി ഫണ്ട്. ഗിഫ്റ്റ് സിറ്റി ഫണ്ട് എന്താണ് ഗിഫ്റ്റ് സിറ്റി? ഗുജറാത്ത് ഇൻ്റർനാഷണൽ ഫിനാൻസ് ടെക് സിറ്റി എന്നാണ് ഗിഫ്റ്റ് സിറ്റിയുടെ ഒരു എക്സ്പാൻഷൻ. ഇപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പം നമുക്ക് ഒരുമിക്ക രാജ്യങ്ങളിൽ ഫ്രീ സോണുകളുണ്ട്. ഇപ്പോൾ ദുബായിൽ പല തരത്തിലുള്ള ഫ്രീ സോണുണ്ട്, ഇവിടെ സെസ് ഉണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്ന കമ്പനികൾക്ക് അവിടെ ഗവൺമെൻറ് കുറേ ആനുകൂല്യങ്ങൾ കൊടുക്കും. ഇപ്പോൾ ടാക്സേഷനിലും അങ്ങനെയുള്ള പല കാര്യങ്ങളിലും ആനുകൂല്യങ്ങൾ കൊടുക്കും. ഇതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ IFSC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെൻ്ററാണ് ഗിഫ്റ്റ് സിറ്റി. അതായത് ഇവിടെ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് ഇഷ്ടംപോലെ ആനുകൂല്യങ്ങൾ ലഭിക്കും. ഇവിടെ ഞാൻ പറഞ്ഞു ഫിനാൻസ് ആൻഡ് ടെക്നോളജി, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതുവഴി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ടാക്സ് സംബന്ധമായിട്ടുള്ള നിരവധി ആനുകൂല്യങ്ങൾ ഈ ഒരു ഓപ്ഷനിലൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ച് ലഭിക്കും. പക്ഷേ ഇവിടെ മെയിനായിട്ട് ഇപ്പം നിലവിൽ AF കാറ്റഗറിയിലുള്ള ഫണ്ടുകളാണ് ഇപ്പം നിലവിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എന്താണ് AF എന്ന് പറഞ്ഞാൽ അൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്. ഇപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പോൾ ഇന്ത്യയിൽ ഒരു AFൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ 1 CR ആണ് നമുക്ക് മിനിമം വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ഈ തരത്തിലുള്ള ഗിഫ്റ്റ് സിറ്റി ത്രൂ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇപ്പം നിലവിൽ നമുക്ക് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഫണ്ടുകൾ എല്ലാം തന്നെ AF കാറ്റഗറിയിലുള്ള ഫണ്ടുകളാണ്. പക്ഷേ ഇവിടെ INR ഇൻവെസ്റ്റ് ചെയ്യുന്നത് USDയിലാണ്. $150,000. അതായത് ഇപ്പോൾ ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു 1.3 CR ആണ് ഇതിന് മിനിമം കമ്മിറ്റ്മെൻ്റ് ഉള്ളത്. അതായത് ഇപ്പം നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസിനെ സംബന്ധിച്ചാണ് ഇതിൻ്റെ ഒരു ബെനഫിറ്റ് ലഭിക്കാൻ പോകുന്നത്. അതായത് ഒരു $150,000. ഇപ്പോൾ താങ്കളിപ്പോൾ ഒരു NRI ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, പ്രത്യേകിച്ച് ഗൾഫ് NRI ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. താങ്കളെ സംബന്ധിച്ച് ഒരു $150,000 താങ്കളെ അഫോർഡബിൾ ആണെങ്കിൽ താങ്കൾക്ക് ഏറ്റവും മികച്ച ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് ഈ ഗിഫ്റ്റ് സിറ്റി ത്രൂ ഇൻവെസ്റ്റ് ചെയ്യുക എന്നത്. എന്ത് ബെനിഫിറ്റാണ് ഈ ഫണ്ടിലൂടെ ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളെ മെയിൻ കഥാപാത്രങ്ങളെ തന്നെ നമുക്ക് എടുക്കാം. അതായത് ഇപ്പോൾ തൊമ്മിച്ചനെയും പിന്നെ അതോടൊപ്പം തന്നെ ജോസിച്ചനെയും നമുക്ക് എടുക്കാം. അപ്പോൾ ഇവരുടെ പക്കൽ ഇപ്പോൾ ഏകദേശം ഒരു ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി 1.3 CR, അതായത് USDയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ $150,000 ഇവരുടെ കയ്യിലുണ്ട് എന്ന് വിചാരിക്കാം. ഇതിൽ തൊമ്മിച്ചൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഗിഫ്റ്റ് സിറ്റി ഫണ്ടിലൂടെ, അതായത് മ്യൂച്വൽ ഫണ്ടിലൂടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ജോസിച്ചനെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിലുള്ള മ്യൂച്വൽ ഫണ്ടിലാണ് ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് വിചാരിക്കാം. രണ്ടുപേരും ഏകദേശം ഒരു 1,30,00,000 ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ഏകദേശം ഒരു 5 വർഷം കഴിഞ്ഞപ്പോഴും ഈ ഒരു എമൗണ്ട് ഇപ്പോൾ ഒരു 2,30,00,000 രൂപയായി എന്ന് വിചാരിക്കാം. അതായത് ഏകദേശം 1 കോടി രൂപയോളം പ്രോഫിറ്റ് ലഭിച്ചു. അപ്പോൾ ഇവിടെ 1 കോടി രൂപയാണ് ഇവിടെ ജോസിച്ചന് പ്രോഫിറ്റ് ലഭിച്ചത്. ഇപ്പോൾ തൊമ്മിച്ചനും ഇവിടെ 1 കോടി രൂപയാണ് പ്രോഫിറ്റ് ലഭിച്ചത്.
അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യയിൽ ഇക്വിറ്റി ഫണ്ടുകൾക്ക് നമുക്ക് 1.25 ലക്ഷത്തിന് മേലെ വരുന്ന പ്രോഫിറ്റിന് നമുക്ക് 12.5% ടാക്സ് കൊടുക്കാനാണ് ലൈബിലിറ്റി ഉള്ളത്. അപ്പോൾ 1 കോടി രൂപയുടെ 12.5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12,50,000 രൂപ ടാക്സ് കൊടുക്കാനുള്ള ലൈബിലിറ്റി. ഇതിൽ ഇപ്പോൾ 1.25 ലക്ഷം രൂപയുടെ 12.5 ഏകദേശം ഒരു 15,000 16,000 രൂപ കുറക്കാം. എന്നാലും ഏകദേശം ഒരു 12,30,35,000 രൂപയോളം ടാക്സ് കൊടുക്കാനുള്ള ലൈബിലിറ്റി ജോസിറ്റിനെ സംബന്ധിച്ച് ഉണ്ട്. എന്നാൽ അതേസമയം തൊമ്മിച്ചിൻ്റെ ഈ ലാഭം മൊത്തം നേരെ പോകുന്നത് ഇദ്ദേഹം ദുബായിലാണെങ്കിൽ ദുബായിലെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. അവിടെ ആ രാജ്യത്ത് എന്തെങ്കിലും ടാക്സ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ആ രാജ്യത്ത് ടാക്സ് കൊടുത്താൽ മതി. ഇന്ത്യയിൽ ടാക്സ് കൊടുക്കാനുള്ള ലൈബിലിറ്റി അദ്ദേഹത്തിനില്ല. അപ്പോൾ ദുബായ് അല്ലെന്നുണ്ടെങ്കിൽ സൗദി അറേബ്യ അല്ലെങ്കിൽ ഖത്തർ കുവൈറ്റ് ഇവിടെ ഒന്നും ടാക്സ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ തൊമ്മിച്ചിനെ സംബന്ധിച്ച് ഈ ഒരു തുക ലാഭിക്കാൻ സാധിക്കും. അതാണ് ഈ ഫണ്ട് ത്രൂ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന, അതായത് ഗിഫ്റ്റ് സിറ്റി ഫണ്ട് ത്രൂ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ലാഭം അതാണ്. പിന്നെ പക്ഷേ ഇതിൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ എൻട്രി ബാരിയർ $150,000, അതായത് എല്ലാവർക്കും ഇപ്പം നിലവിൽ ഇവിടെ നമുക്ക് എൻട്രി ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. പിന്നെ നമ്മളെ സംബന്ധിച്ച് ഞാൻ കണ്ട മറ്റൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പം നമ്മളതിൽ ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ മ്യൂച്വൽ ഫണ്ടിലുണ്ട്, നമുക്കൊരു 5 ഫണ്ടിലേക്ക് നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ ഇപ്പം നിലവിൽ പല ഫണ്ടുകൾ പല രീതിയിൽ, അതായത് ഇപ്പം നമ്മൾ ലോഞ്ച് ചെയ്ത് ഒന്ന് മീറ സെറ്റ്, അവരാണ് ഫസ്റ്റ് ഈ കാറ്റഗറിയിൽ ഫണ്ട് ലോഞ്ച് ചെയ്തത്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതിലൂടെ കളക്ട് ചെയ്യുന്ന എമൗണ്ട് അവരുടെ മീറ സെറ്റിൻ്റെ ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, പിന്നെ വളരെ ചെറിയൊരു അലൊക്കേഷൻ ഒരു സെക്ടർ ഫണ്ട്, ഇങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഫണ്ടാണ് അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നിപ്പോൺ ഇപ്പോൾ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് നിപ്പോൺ മ്യൂച്വൽ ഫണ്ട്. അവർ അവരുടെ ലാർജ് ക്യാപ്പിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ആദിത്യ ബിർള ഫ്ലെക്സി ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കാറ്റഗറി അവർ ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ടാണെങ്കിൽ ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് 5 ഫണ്ടിലേക്ക് 5 AMC ഇപ്പോൾ ബിർളയിലും പിന്നെ അതോടൊപ്പം നിപ്പോണിലും അല്ലെന്നുണ്ടെങ്കിൽ മിറസെറ്റിലും ICICIയിലും HDFCയിലും ഒക്കെ നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ഈ $150,000 നമ്മൾ ഒരു സിംഗിൾ AMC വഴി ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുമെന്നത് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കണ്ടു. പിന്നെ അതോടൊപ്പം തന്നെ ചില ഫണ്ടുകൾക്ക് ലോക്കിൻ ഉണ്ടാവും, ചില ഫണ്ടുകൾക്ക് ലോക്കിൻ ഉണ്ടാവില്ല, ചില ഫണ്ടുകൾക്ക് എക്സിറ്റ് ലോഡ് ഉണ്ടാവും, ചില ഫണ്ടുകൾക്ക് എക്സിറ്റ് ലോഡ് ഉണ്ടാവില്ല. അതങ്ങനെയല്ല, ടോട്ടലി ഡിഫറെൻ്റ് ആണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ HNI കാറ്റഗറിയിലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച്, ഇപ്പം ഞാനിപ്പോൾ ഒരു ഗൾഫ് NRI ആണ്, എന്നെ സംബന്ധിച്ച് ഈ ഒരു തുക അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്തൊരു 4-5 വർഷത്തേക്ക് എനിക്ക് ഈ ഒരു തുക വേണ്ടി വരില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് എൻ്റെ മുമ്പിൽ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടും AFഉം, അതായത് ഗിഫ്റ്റ് സിറ്റി AF ഉണ്ടെങ്കിൽ ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്ന ഒരു ഓപ്ഷൻ ഇതായിരിക്കുള്ളൂ. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ബെനിഫിറ്റുകൾ, എനിക്ക് USDയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഇവിടെ ടാക്സ് കൊടുക്കേണ്ട, ഗൾഫിലത്തെ അക്കൗണ്ട് വഴി ഇൻവെസ്റ്റ് ചെയ്യാം, ഈവൻ പാൻ കാർഡ് ഇവിടെ ഇന്ത്യയിൽ നമുക്ക് ടാക്സ് ഫയൽ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും വരുന്നില്ല. അങ്ങനത്തെ ഉള്ള കുറേ അഡ്വാൻറ്റേജസ് ഉള്ളതുകൊണ്ട് ആ ഒരു കാറ്റഗറിയിലുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ ഞാൻ ചൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഈ ഗിഫ്റ്റ് സിറ്റി ഫണ്ട് തന്നെയായിരിക്കും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി കൂടുതൽ കാര്യങ്ങൾ ഒരു Q&A എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വെബിനാർ ഇപ്പം നമ്മൾ നാളെ, അതായത് വെള്ളിയാഴ്ച വൈകിട്ട് 8:30 ഇന്ത്യൻ ടൈം 8:30 നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് താങ്കൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നാളത്തെ ആ ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം, നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാം. കാരണം ഈ ഫണ്ടെല്ലാം ലോഞ്ച് ചെയ്തിട്ട് കുറേ നാളുകളായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ മിറസെറ്റ് ലോഞ്ച് ചെയ്തത് July 31 പക്ഷേ ഇതുവരെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് അത്യാവശ്യം നല്ലൊരു കോൺഫിഡൻറ്റ് വന്നതിൻ്റെ പേരിലാണ് ഈ ഒരു ഫണ്ടായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നാളെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദമായെങ്കിൽ താങ്കളെല്ലാ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുക. അടുത്ത ആഴ്ച നമുക്ക് സാമ്പത്തിക മേഖലയിൽ പുത്തൻ വിശേഷങ്ങളുമായി നമുക്ക് തൊമ്മിച്ച ടിപ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്.